ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിരാന ഫിഷസിൻ്റെ ബൈറ്റ് ഫോഴ്സ് എത്രയാണെന്നും അതുപോലെ തന്നെ സിനിമയിലും മറ്റും കാണുന്ന തരത്തിൽ പിരാന ഫിഷസിന് ഒരു മനുഷ്യനെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നതിനെ പറ്റിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ ഏകദേശം 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിരാന ഫിഷുകളിൽ ഏറ്റവും അപകടകാരിയും അക്രമാസക്തവുമായിട്ടുള്ളത് ബ്ലാക്ക് പിരാനകളാണ്. ഇവ പൊതുവെ ആമസോൺ നദികളിലാണ് കണ്ടുവരുന്നത്. നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ പിരാന ഫിഷസ് എന്നറിയപ്പെടുന്ന മത്സ്യങ്ങൾ റെഡ് ബല്ലീഡ് പിരാന ഫിഷസുകളാണ്. ആമസോൺ നദിയിലെ പിരാന ഫിഷസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള റെഡ് ബല്ലീഡ് പിരാന ഫിഷസുകൾ ബ്ലാക്ക് പിരാനകളുടെ അത്ര അക്രമാസക്തവും അപകടകാരികളുമല്ല. ഇത്തരത്തിലുള്ള പിരാന ഫിഷസുകൾ പൊതുവെ മറ്റുള്ള കൊച്ചു കൊച്ചു മത്സ്യങ്ങളെ അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ജീവികളെയും ഒക്കെയാണ് ഭക്ഷിക്കാറുള്ളത്. ഇനി നമുക്ക് ആമസോൺ നദികളിൽ കണ്ടുവരുന്ന പിരാന ഫിഷസിന്റെ ബൈറ്റ് ഫോഴ്സ് എത്രത്തോളമാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഷ് എക്സ്പേർട്ട് ആയിട്ടുള്ള ജെർമി വെയ്ഡ് പിരാന ഫിഷസിന്റെ ബൈറ്റ് ഫോഴ്സ് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ആമസോൺ നദിയിൽ നിന്ന് ഒരു പിരാന ഫിഷിനെ പിടിക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം ഒരു സ്റ്റീൽ റോഡ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും, ഇദ്ദേഹം ആ സ്റ്റീൽ റോഡ് പിരാന ഫിഷസിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ പിരാന ഫിഷ് അത് കടിച്ചു മുറിക്കുന്നുണ്ട്. ഈ പിരാന ഫിഷിന്റെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 ന്യൂട്ടൺ ആണ്. അതായത് തുല്യ വലുപ്പമുള്ള അമേരിക്കൻ ആലിഗേറ്ററിനേക്കാൾ 3 ഇരട്ടി അധികമാണ് ഇവയുടെ ബൈറ്റ് ഫോഴ്സ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിരാന ഫിഷിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് മാറ്റി സ്ഥാപിക്കാവുന്ന തരത്തിലുള്ള പല്ലുകളാണ് ഇവയ്ക്കുള്ളത് എന്നത്. എന്തിനേയും വളരെ നിഷ്പ്രയാസം കടിച്ചു മുറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പല്ലുകളാണ് പിരാന മത്സ്യങ്ങൾക്കുള്ളത്. എന്നിരുന്നാൽ പോലും ഇവയ്ക്കും സിനിമകളിലും മറ്റും കാണുന്ന തരത്തിൽ ഒരു മനുഷ്യനെയൊക്കെ വളരെ വേഗം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുമോ? അതിനായി നമുക്ക് മറ്റൊരു എക്സ്പെരിമെന്റ് കൂടി നോക്കാം. ഈ എക്സ്പെരിമെന്റും ചെയ്തിരിക്കുന്നത് ഫിഷ് എക്സ്പേർട്ടായ ജെർമി വെയ്ഡ് തന്നെയാണ്. ഇത്തവണ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. ധാരാളം പിരാന ഫിഷുകൾ നിറഞ്ഞ ഒരു കുളത്തിലേക്ക് ഇദ്ദേഹം ഇറങ്ങുകയാണ്. എന്നാൽ ധാരാളം സമയം ഇദ്ദേഹം ആ കുളത്തിൽ കിടന്നിട്ട് പോലും ഇദ്ദേഹത്തെ പിരാന ഫിഷസുകൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നുമില്ല. ഇനി നമുക്ക് വേറൊരാൾ ചെയ്തിരിക്കുന്ന എക്സ്പെരിമെന്റ് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരാന ഫിഷസുകൾ നിറഞ്ഞ ഒരു ടാങ്കിലേക്ക് ഇദ്ദേഹം തന്നെ കൈ ഇറക്കി വെക്കുകയാണ്. എന്നാൽ ധാരാളം സമയം തൻ്റെ കൈകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടും ഇദ്ദേഹത്തെയും പിരാന ഫിഷസുകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ധാരാളം പിരാന ഫിഷസുകൾ നിറഞ്ഞ ഒരു ടാങ്കിലേക്ക് നമുക്കൊരു ഗോൾഡ് ഫിഷിനെ ഇറക്കി വിട്ട് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും, ഗോൾഡ് ഫിഷ് നമ്മൾ ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ട സമയത്ത് തന്നെ ഇവയെല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് വളരെ വേഗം തന്നെ ആ ഗോൾഡ് ഫിഷിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടാണ് പിരാന ഫിഷ് മനുഷ്യനെ ആക്രമിക്കാഞ്ഞത് എന്ന്. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, പിരാന ഫിഷസ് പൊതുവെ തന്നേക്കാൾ വലിപ്പം കുറഞ്ഞ ഇരകളെ മാത്രമേ ആക്രമിച്ച് ഭക്ഷിക്കാറുള്ളൂ. ഒരിക്കൽ തന്നെ അവ തന്നേക്കാൾ വലിപ്പമേറെ ഇരയെ ആക്രമിക്കാനായി ശ്രമിക്കാറില്ല. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, മനുഷ്യന്റെ ശരീരത്തിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയ സമയത്ത് മുറിവോ അല്ലെങ്കിൽ ബ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. മനുഷ്യ ശരീരത്തിൽ മുറിവോ അതുപോലെ തന്നെ ബ്ലഡോ കാര്യങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് പിരാന ഫിഷസിന്റെ കുളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവയെ ആക്രമിക്കോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എക്സ്പെരിമെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനു മുമ്പ് ആരും യൂട്യൂബിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പിരാന ഫിഷുകൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആക്രമിക്കോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് പ്രൂഫും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ മനുഷ്യർക്ക് നേരെയുള്ള പിരാന ഫിഷസിന്റെ ആക്രമണങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുമുള്ളൂ. എന്നിരുന്നാലും ധാരാളം പിരാന ഫിഷസുകൾ നിറഞ്ഞ ഒരു കുളത്തിലേക്ക് മുറിവോ ബ്ലഡോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിരാന ഫിഷസ് ആക്രമിച്ച് നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിരാന ഫിഷസുകൾ അത്തരത്തിൽ മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ 1-2 പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നായിരുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പിരാന ഫിഷുകൾ സിനിമയിലും മറ്റും കാണുന്ന തരത്തിൽ അക്രമാസക്തവും അപകടകാരികളുമാണോ? അവയ്ക്ക് ഒരു മനുഷ്യനെയൊക്കെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.